ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ ആനയോട്ട് കാണാൻ പോവാണ് കേട്ടോ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും അച്ഛനും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ആനയോട്ട് നടക്കണ അമ്പലത്തിലേക്ക് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. ഒരു 5 കിലോമീറ്ററോളം നമ്മൾ ബൈക്കിൽ വന്നിട്ട് പിന്നെ പാലം പണി നടക്കണോണ്ട് തന്നെ പാലം കടന്ന് പിന്നെ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അമ്പലത്തിലെത്തിയത്. അങ്ങനെ നമ്മളൊരു 7:30 ആയപ്പോൾ അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ തന്നെയല്ല ആനയോട്ട് നടക്കണമെന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോഴാണ് അവർ ആനേനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഞാൻ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു വന്നു. അപ്പോൾ പഴുവിലുള്ള വെണ്ട്രശ്ശേരി ശിവക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു ആനയോട്ട്. ഈ കാണുന്ന ഒരു ആന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആനയോട്ടിന്. ഉണ്ണിക്കുട്ടൻ എന്നായിരുന്നു ആനയുടെ പേര്. 8 മണിക്കാണ് കേട്ടോ ആനയോട്ടിന് മുൻപുള്ള ഗജപൂജയ്ക്കുള്ള സമയം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും അവർ ആനേനൊക്കെ കുളിപ്പിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആനേനെ കുളിപ്പിച്ച് വരുമ്പോഴേക്കും ആനയ്ക്കുള്ള വിഭവങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തണ്ണിമത്തനും പഴവും പൈനാപ്പിളും പിന്നെ വെള്ളരിക്ക, കുക്കുമ്പർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ള ചോറും ഉണ്ടായിരുന്നു. ഗജപൂജ കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ മേൽശാന്തി ആനയ്ക്കുള്ള ചോറൊക്കെ ഉരുട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളുടെ ഊഴാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ആനയൂട്ടിനുള്ള സമയമാണ്. അപ്പോൾ ഞാൻ ആദ്യം പോയിട്ടൊരു തണ്ണിമത്തൻ്റെ കഷ്ണമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ആനയൂട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് അവസാനിച്ചു. അമ്പലത്തിൽ നിന്ന് നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ആനയുടെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഒരു 5, 6 പ്രാവശ്യമൊക്കെ ആയിട്ട് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല സന്തോഷമായിട്ട് മനസ്സൊക്കെ നിറഞ്ഞിട്ടാണ് കേട്ടോ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അച്ഛനത് ആദ്യമായിട്ടാണ് കേട്ടോ ആനയൂട്ടിനൊക്കെ വന്നിട്ട് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ അച്ഛനും നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നന്ദൂട്ടൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ അമ്മാമ്മയുടെ കൂടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അമ്മാമ്മ അവിടെ എന്തൊക്കെ എഴുതുന്നുണ്ട്. ആളും ഒരു പേനയൊക്കെ എടുത്തിട്ട് മേശയിൽ നിന്ന് ഇരുന്നിട്ട് പേപ്പറിൽ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മമ്മയുടെ കയ്യിൽ കൊടുക്ക്. അപ്പോൾ നന്ദൂട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മസാല ദോശയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളും ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വ്ളോഗ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.